തിരികെത്തുമ്പോൾ നമ്മൾ പാലക്കാട്ടേക്കാണ്. പാലക്കാട് പനയമ്പാടത്ത് അപകട സ്ഥലത്ത് ഇപ്പോൾ യൂത്ത് ലീഗിന്റെ റോഡ് ഉപരോധം നടക്കുകയാണ്. റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ. ദാരുണമായി കൊന്നുകളഞ്ഞ നാഷണൽ ഹൈവേ ക്രൂരത കണ്ടോ, നാഷണൽ ഹൈവേ ക്രൂരത കണ്ടോ, മരണവളവിൽ പ്രശ്നം തീർക്കാൻ, മരണവളവിൽ പ്രശ്നം തീർക്കാൻ വേണം ഉടനടി നടപടി വേണം, വേണം ഉടനടി നടപടി വേണം, ഉടനെ വേണം പരിഹാരം, ഉടനെ വേണം പരിഹാരം. മുസ്ലിം യൂത്ത് ലീഗ് സിന്ദാബാദ്, മുസ്ലിം യൂത്ത് ലീഗ് സിന്ദാബാദ്. നൂറുകണക്കിന് ഗോകുൽ വി എസ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഗോകുൽ, ഈ കരിമ്പ അപകടവുമായി ബന്ധപ്പെട്ട ആ ഭൂമി ഇപ്പോൾ ഗോകുൽ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു പ്രതിഷേധ ഭൂമിയായി മാറുകയാണ്. യൂത്ത് ലീഗ് കൂടി ഉപരോധവുമായി സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. വിവരങ്ങൾ പറയും. അതായത് അല്പസമയം മുൻപാണ് യൂത്ത് ലീഗിന്റെ ഈ റോഡ് ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നത്. അതിൽ പ്രധാനമായും സംസ്ഥാന സർക്കാരിനെതിരെ അടക്കം ശക്തമായ വിമർശനമാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത്. ഈ റോഡിന്റെ നിർമ്മാണത്തിലടക്കം അപാകതകളുണ്ട്. അത് ഊരാളുങ്കൽ സൊസൈറ്റിക്കായിരുന്നു അതിന്റെ കോൺട്രാക്ട് ഉണ്ടായിരുന്നത്. അത് കൃത്യമായി ഈ റോഡിന്റെ നിർമ്മാണങ്ങളൊന്നും നടത്തിയില്ല എന്നതടക്കം ആരോപണങ്ങളാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ പ്രതിഷേധവും സമീപത്തായി നടക്കുന്നുണ്ട്. യൂത്ത് ലീഗ് ഈ ദേശീയപാത തന്നെ ഉപരോധിക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുള്ളത്. വലിയ പോലീസ് വിന്യാസം ഈ സ്ഥലത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഏകദേശം ഒരു 5 മിനിറ്റിലധികമായി ഇപ്പോൾ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം പുരോഗമിക്കുകയാണ്. MS നാസറാണ്, ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി MS നാസറാണ് ഈ ദേശീയപാത ഉപരോധം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിന്റെ റിയാസ് നാലകത്ത് തുടങ്ങിയ ഈ ജില്ലാ നേതാക്കളും ഈ ഒരു പരിപാടിയിൽ, ഈ ഒരു ദേശീയപാത ഉപരോധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് തന്നെ നടത്തുന്നത്. അതേസമയം തന്നെ ഈ ദേശീയപാതയുടെ 2 വശത്തു നിന്നും വാഹനങ്ങൾ പോലീസ് തിരിച്ചുവിട്ടിട്ടുണ്ട്, മറ്റൊരു വഴിയിലൂടെ തിരിച്ച് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഗതാഗത കുരുക്ക് ഈ പ്രദേശത്ത് രൂപപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിലും ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഏകദേശം 5 മിനിറ്റിലധികമായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.